എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും തന്നെ കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചൂലിൻ്റെ ഈർക്കിളി വെച്ചിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റാണ്. വീടൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിടണം എന്നാഗ്രഹിക്കുന്നവർക്ക് അധികം പൈസയൊന്നും ചിലവില്ലാതെ തന്നെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാം, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും. പിന്നെ എൻ്റെ ഈ ചാനൽ കണ്ട് തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ഇപ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ഇടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ നല്ല നല്ല കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഇങ്ങനെ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ക്രാഫ്റ്റിലേക്ക് കിടക്കാം. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് ചൂലിൻ്റെ ഇറുക്കിളികൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ അതുപോലെ ഇതിൽ ചിലപ്പോൾ ഓലയുടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളയാനായിട്ടൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓലയുടെയൊക്കെ ഒരുവിധം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇറുക്കിളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മെഴുകുതിരിയാണ്. മെഴുകുതിരിയും വേണം, പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു റോഡും വേണം. സ്റ്റീലിൻ്റെ എന്നില്ല, നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കോ മരമോ എന്തായാലും മതി. ഇതിപ്പോൾ ഞാൻ ഒരു പഴയ മോപ്പിൻ്റെ റോഡ് ഉണ്ടായിരുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഈ ഈർക്കിളിയിൽ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റോഡില്ലേ അതിൽ ഇതിനൊന്ന് ചുറ്റി കൊടുക്കുക. പതുക്കെ സാവധാനം നമുക്ക് എങ്ങനെയാണോ ഇത് വേണ്ടത് അതിനനുസരിച്ചൊന്ന് ചുറ്റി കൊടുക്കുക. നമുക്ക് ഈ ഈർക്കിളീനൊന്ന് നല്ല ഭംഗിയിൽ വളച്ചെടുക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് എത്രയ്ക്ക് വളവ് വേണോ അതിനനുസരിച്ചിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മെഴുകുതിരിയുടെ ഫ്ലെയിമിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. ഒരു 2 മിനിറ്റോളം ഒരേ സ്ഥലം തന്നെ പിടിക്കണം. പിന്നെ അടുത്തത് അങ്ങനെ ചുറ്റിനും ഇങ്ങനെ വളഞ്ഞിട്ടുള്ള എല്ലാ ഭാഗത്തും ആ ഒരു ചൂട് തട്ടിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചാക്കിയിട്ട് എല്ലാ ഭാഗത്തും ചൂട് തട്ടിച്ചിട്ട് നമ്മൾ ഈ ഒരു റോഡ് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അത് വളച്ച് പിടിച്ചത് അതിനനുസരിച്ചിട്ട് അതേപോലെ ഈ ഈർക്കിളി നമുക്ക് വളഞ്ഞ് കിട്ടും. പൊട്ടി പോകുന്നോ അല്ലെങ്കിൽ ഒടിയുന്നോ ഒന്നും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പിന്നെ ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ചത് കത്തിക്കരുത് കേട്ടോ, അതെല്ലാവരും ശ്രദ്ധിക്കണേ. ഒരുപാട് നേരം പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയിട്ടുള്ള ഈർക്കിളിയല്ലേ, അത് കത്തി പോവും. പക്ഷേ അങ്ങനെ കത്തിയിട്ടൊന്നുമില്ല എനിക്ക് ഇതുവരെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കയ്യിലാവാണ്ടും കൈയൊന്ന് പൊള്ളാണ്ടൊക്കെ സൂക്ഷിക്കുക. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്ന്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഈർക്കിളീനെ വളച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയിൽ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് വളച്ചെടുക്കുക. കൂടുതൽ വളവ് വേണമെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് ടൈറ്റിൽ തന്നെ ചുറ്റിയാൽ മതി, എന്നിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. ഒരു സമയത്ത് ഒരു 4-5 എണ്ണം വെച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ കത്തിച്ചിട്ടുള്ള മെഴുകുതിരിക്ക് ഒരു ഫ്ലെയിമിന് ശക്തി പോരാ, അതുകൊണ്ട് അത് മാറ്റി വേറെ ഇട്ടപ്പോൾ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം നമ്മൾ എല്ലാം തന്നെ പെയിൻറ്റ് ചെയ്ത് ഉണങ്ങി. ഇനി ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ എടുക്കുക, അതിൻ്റെ പകുതി അളവിൽ വെള്ളം കൂടി മിക്സ് ആക്കുക. ഇപ്പോൾ 1 ടീസ്പൂൺ ഫെവിക്കോൾ ആണെങ്കിൽ 1/2 ടീസ്പൂൺ വെള്ളം, അങ്ങനെ ആ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഈർക്കിളിയിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അതിൽ ആ ഭാഗത്തൊക്കെ ഫെവിക്കോൾ ആവും. ഇനി അതിൽ നമ്മൾ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളതിങ്ങനെ തൂക്കി കൊടുക്കുക, എന്നിട്ട് വിരൽ വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് ചില ഭാഗത്തൊക്കെ നന്നായിട്ടൊരു തിളക്കം വരും. ഈ ഒരു ഈർക്കിളി കാണാൻ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയുണ്ടാവും. അപ്പോൾ അതുപോലെ ചെയ്യാട്ടോ നമുക്ക്. ഇപ്പോൾ താഴെ വീണ് കിടക്കുന്ന ആ ഒരു ഗ്ലിറ്റർ പൗഡറിൽ നിന്ന് തന്നെ കൈവച്ച് എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ തൂകുമ്പോൾ കുറച്ചൊക്കെ എന്തായാലും താഴെ വീണിട്ടുണ്ടാവും, അതെടുത്താൽ മതി. അധികമൊന്നും വേണ്ട, ലേശം മതി. അപ്പോൾ എല്ലാം ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ല തിളക്കത്തിൽ നമ്മുടെ ഈർക്കിളീനെ കിട്ടും നമുക്ക്.
ശരിക്കുള്ള ആ ഒരു തിളക്കം ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നില്ല. ഞാൻ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റ് നന്നായിട്ട് തിളക്കത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കുറച്ചായിട്ട് ചെയ്താൽ മതി. എത്ര നമുക്ക് ഈർക്കിളി വേണോ അതിനനുസരിച്ച് കൂടുതലായിട്ട് ചെയ്യുക. ഇത് ഞാനിങ്ങനെ ഒരുപാട് കൂടുതലായിട്ട് വളച്ചെടുത്തതാണ്. കുറച്ചുകൂടി തുമ്പ് കൂടുതലുള്ള ഈർക്കിളി എടുത്തിട്ട് ചെയ്താണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. നല്ല ടൈറ്റിൽ നമ്മൾ ആ ഒരു ചുറ്റി കൊടുക്കുന്ന സമയത്ത് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഏത് രീതിയിലാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് വളച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും കറക്റ്റ് അതിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. പിന്നെ ആ ഒരു പെയിൻറ്റിങ്ങിനാണ് കുറച്ചൊരു ടൈം എടുക്കുക. അപ്പോൾ ഒന്നിച്ച് എല്ലാം കൂടെ പെയിൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട, കുറച്ച് ഈസി ആയിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. സ്റ്റെയർ കേസിൻ്റെ ആ ഒരു കോർണറിലൊക്കെ നമുക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളൊരു ഫ്ലവർ വേസിൽ വെക്കുകയായിരിക്കും കുറച്ച് ഭംഗി ഉണ്ടാവുക. നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ പല പല കളറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു പെയിൻറ്റിനനുസരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാതും ഇങ്ങനെ അധികം വളയ്ക്കാത്ത മോഡലിൽ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, അതിങ്ങനെ വെച്ച് കാണിച്ചതാണ്. കണ്ടില്ലേ, ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭംഗി ഉണ്ടാവും. കുറച്ചുകൂടി ഇറുക്കിളികൾ ചെയ്താൽ മതി കേട്ടോ. എന്തായാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്രാഫ്റ്റ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോഴാണ് പിന്നെയും ചെയ്യാനുള്ളൊരു എനർജി കിട്ടുന്നത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ ദിവസം നമ്മൾ യൂസ് ചെയ്യാത്ത ഷൂ വെച്ചിട്ടുള്ള ഒരു ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്